മച്ചാൻ ഒരു ഫയൽ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് എടുത്ത് ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ പങ്കിൻ മോൺസ്റ്ററും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പങ്കിൻ മോൺസ്റ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഏലിയൻ മോഡിൻ്റെ അതാണെങ്കിൽ ഈ ഏലിയൻസും കാര്യങ്ങളൊക്കെ ബിഗ് ആവുന്ന എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ഷിപ്പ് കോഡും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഇടുന്ന ഇൻഫർമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ എന്തിട്ട് പുതിയ സൂപ്പർ കാർ മാറി വന്നിട്ടുണ്ട്. ഈ സൂപ്പർ കാർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം തന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് കാർസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് കാണിച്ചു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ലംബോർഗിനി ഉറുസു കാറുകളാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കാറും കാര്യങ്ങളൊക്കെ. ഇതുവരെ നിങ്ങൾക്ക് ഗെയിമിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൻ്റെ അത് ഒഫീഷ്യലായിട്ട് വന്നേക്കുന്ന ഒരു കാറും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഡെവലപ്പർ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ടയറിൻ്റെ വീലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഓടിപ്പോയി യൂസ് ചെയ്ത് നോക്കേണ്ടതൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ട് കുറേ പേരൊന്നും കമൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാറും കാര്യങ്ങളൊക്കെ ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. ഗെയിമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറും കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയ വന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓരോ ഫീച്ചേഴ്സായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ആദ്യത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ സ്മാൾ പ്ലെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സ്മാൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചെറുതാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ NPC പ്ലെയേഴ്സിനെയൊക്കെ സ്മോൾ ആക്കാൻ പറ്റുമെന്ന് ഇല്ലെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം സ്മോൾ ആക്കാൻ ഇപ്പം നമുക്ക് പറ്റത്തില്ല, കാരണം അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ഒറ്റൊരു ഓപ്ഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. സ്മാൾ പ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പം ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ഫീച്ചറും കാര്യങ്ങളും. അതല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ നോർമലായിട്ടാണ് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കിപ്പം NPCയെ നമുക്ക് ചെറുതാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കാറ് ചെറുതാക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് ചെറുതാക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ കാറ് ചെറുതാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കാറിന് വേണ്ടി സ്മാൾ കാർ എന്നൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. അടിച്ചിട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ സ്മോൾ കാറും കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം കമൻസിനനുസരിച്ചാണ് ഡെവലപ്പർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കാര്യങ്ങളാണ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ബ്ലാസ്റ്റ് എന്നിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ചുറ്റളവിന് നിൽക്കുന്ന എല്ലാ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ആയി പോകുന്നതായിരിക്കും, പൊട്ടിത്തെറിക്കുന്നതാണ്. അതുപോലെ തന്നെ RPG എന്ന് പറയുന്നത് ഓട്ടോ ഫയറും കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോൾ വിസൈലും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു വെടിവിട്ട് തന്നെ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത വെടിവിടാൻ പറ്റത്തുള്ളൂ. പക്ഷേ RPG എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അതാണെങ്കിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ അൾട്ടിമേറ്റായിട്ട് നമുക്കിങ്ങനെ വെടിവെക്കാൻ പറ്റുന്നതാണ്. അൾട്ടിമേറ്റ് ലിമിറ്റഡ് ഇല്ലാതെ നമുക്ക് വെടിവെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഫീച്ചർ കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ കാറും കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ തന്നെ പറയുന്നതാണ്. ഇതിൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി ലിങ്കും കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. താഴത്തെ ഡൗൺലോഡ് മണ്ടയ്ക്ക് ഡൗൺലോഡ് നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരിടത്തും നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഡെമോ ആയിട്ടെന്ന് പറഞ്ഞത് pungingboy.glb എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സൂപ്പർ കാറിൻ്റെ ലിങ്കും കാര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും, 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഡെമോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ഡൗൺലോഡ് ആയതിനു ശേഷം നേരെ നമ്മുടെ ഫോണിൻ്റെ ഫോൾഡറിൽ ഏതെങ്കിലും ഒരു ഫയലിൽ പോയി കിടക്കുന്നതായിരിക്കും നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ. എൻ്റെ ഇതിപ്പോൾ 2 വന്ന് കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം നേരത്തെ ഡൗൺലോഡ് ചെയ്തും ഒരെണ്ണം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുമാണ് കാണുന്നത്.
അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാന്നുള്ള രീതി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ഇവിടെ ആണെന്ന് നോക്കട്ടെയാണ്. നമ്മുടെ ഫോണിൽ ഏത് ഫോൾഡറിലാണ് ഇത് ഡൗൺലോഡായി കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് എടുത്തേക്കുന്ന സാധനം. അതിനുശേഷം നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നതിന് ശേഷം നമ്മുടെ ഫോൺ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. ഫോൺ കാര്യങ്ങൾ എടുത്തതിന് ശേഷം അതിനകത്ത് RGS മെനു എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങളുണ്ട്. RGS മെനുവിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഇത് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പങ്കിൻ ബോയിന് കാര്യങ്ങളൊക്കെ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. RGS എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ പങ്കിൻ ബോയും കാര്യങ്ങളൊക്കെ അൾട്ടിമേറ്റായിട്ട് കിട്ടുന്നുണ്ട്. അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്കാണ് കാറും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ഈ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് RGS 1, RGS 2, RGS 3 അങ്ങനെ പറഞ്ഞ ഓരോ ടൈപ്പിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഓരോന്ന് കമാൻഡ് അടിക്കുമ്പോൾ ഒരു ചീപ്പ് കോഡ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും, സൂപ്പർ കാറും കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പങ്കിന് കിട്ടിയേക്കുന്നത് RGS എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അതിൻ്റെ അകത്ത് മറ്റേ RGS വെച്ചിട്ട് മെനുവിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ലോഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആദ്യം അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് കാറും കാര്യങ്ങളൊക്കെ ആഡ് ആവത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ ഡെമോ കാണിച്ചു തരുവാണ് ഞാനിപ്പോൾ അതിന് RGS മെനു എടുത്തു, ലോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ അകത്താണെങ്കിൽ ഇവിടെ ട്രക്കിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. TRUCK.GLB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനപ്പോൾ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ലോഡായി വന്ന് ഇവിടെ ട്രക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ. അപ്പോൾ സൂപ്പർ കാറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ വരുന്ന വീഡിയോസിനകത്ത് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മാക്സിമം ഒരു 20 കമൻറ്റെങ്കിലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, 20 പേരെങ്കിലും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഡിമാൻഡ് കാര്യമായിട്ട് കൂടത്തുള്ളൂ. ഡിമാൻഡ് കൂടിയാലേ നമുക്കത് കിട്ടത്തുള്ളൂ എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതൊക്കെ തന്നെയാണ് പറഞ്ഞത് നിങ്ങളോട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കുറേ പേർക്കാണെങ്കിൽ ട്രക്കിൻ്റെ ലിങ്കും കാര്യങ്ങളും വർക്ക് ആവുന്നില്ല, അവർക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ RGS എന്ന് ടൈപ്പ് ചെയ്തതിനാലും നമ്മുടെ ഗെയിമിനകത്തോടെ ട്രക്കും കാര്യങ്ങളും ആഡ് ആവുന്നതായിരിക്കും. ഇതിന് പക്ഷേ 2 രീതി മെത്തേഡുണ്ട്. ഞാനത് പറഞ്ഞു തരുന്നതാണ്, ക്ലിയറായിട്ട് എല്ലാവരും കേൾക്കേണ്ടതാണ്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫയലിൽ പോയി ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇപ്പോൾ ട്രക്കാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഫയലിൽ പോയി ട്രക്ക് ആഡ് ചെയ്യുക. ട്രക്ക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ RGS എന്ന് ടൈപ്പ് ചെയ്താൽ ട്രക്ക് നിങ്ങൾക്ക് സ്പോൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പങ്കിനാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ RGS മെനുവിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ലോഡ് എടുത്തതിന് ശേഷം പങ്കിനെടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ RGS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നെ പങ്കിനായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ മാറിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ട്രക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ ട്രക്കിനെ പിന്നെ നിങ്ങൾക്ക് സ്പോൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം പങ്കിനാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ആ പങ്കിനെ വെച്ച് RGS എന്ന് ടൈപ്പ് ചെയ്താൽ പങ്കിനായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ട്രക്കിൻ്റെ പങ്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് പറയേണ്ടതാണ്, കമൻറ്റ് കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. പുതിയ ലിങ്കും കാര്യങ്ങളും ഞാൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒന്നുകൂടെ ആയിട്ടൊന്ന് പറയുവാണ്. ഫസ്റ്റ് തന്നെ ആണെങ്കിൽ നമ്മുടെ ട്രക്കും കാര്യങ്ങളും എടുക്കുക. ട്രക്കും കാര്യങ്ങളും ലോഡ് ചെയ്യുക. ലിങ്ക് വഴി വെച്ചിട്ട് ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ RGS ടൂളിൽ പോയിട്ട് RGS എന്ന് ടൈപ്പ് ചെയ്യുമ്പം ട്രക്കും കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടാമത് വരുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് RGS ടൈപ്പ് ചെയ്യുമ്പം രണ്ടാമത് ട്രക്കും കാര്യങ്ങൾ പിന്നെ സ്പോൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. അഥവാ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഡ് കയറി ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പഴയ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അത് ആഡായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ പുതിയ ലിങ്ക് ഒന്ന് ആഡ് ചെയ്യേണ്ടതാണ്. പുതിയ ലിങ്ക് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു അപ്ഡേഷൻ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഴയ ലിങ്ക് വെച്ച് ആഡ് ചെയ്തവർക്കാണെങ്കിൽ കുറേ പേർക്ക് കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് ക്ലിയർ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സൂപ്പർ കാറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് വല്ലതും കിട്ടാൻ വല്ലതും വഴിയുണ്ടോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് നാൾ മുമ്പായിട്ട്. അപ്പം ആ വാട്സപ്പ് ചാനലായിരിക്കും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതുപോലെ തന്നെ പങ്കിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലിങ്ക് കാര്യങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാട്സപ്പ് ചാനലാണ് ഇട്ടിരുന്നത്. അപ്പം എൻ്റെ
പഴയ വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാവുന്നതാണ്. വാട്സപ്പ് ചാനൽ അവരവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറേ പേർക്ക് പങ്കിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ലേക്കും, വാട്സപ്പ് ചാനലും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ വാട്സപ്പ് ചാനലിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പങ്കിൻ്റെയും അതുപോലെ തന്നെ ട്രക്കിൻ്റെ ലിങ്കിൻ്റെ കൂടെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്കും കൂടെ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ കയറി ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുടെ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്ക് അതൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഏലിയൻ മോഡും കാര്യങ്ങളും വരുന്നുണ്ട്. തന്നെ പുതിയതായിട്ടല്ല, നമ്മുടെ പഴയ ഏലിയൻ മോഡും കാര്യങ്ങളും തന്നെയാണ്. അതിൽ കുറച്ച് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ബിഗ്ഗറായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിന് ചെറിയൊരു മോഡും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ട്, ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നുകൂടെ റിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മോഡിൻ്റെ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റൺ ആകുന്നതായിരിക്കും. റൺ ആവുന്ന സമയത്ത് നമ്മുടെ ഗെയിമിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റൺ ആവുന്ന സാധനം വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൽ പറക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. സൈഡിലൊരു മാസ്ക് വെച്ചൊരു ഡോട്ട് വരുന്ന സാധനം കൊണ്ട് അതാണ് ആ മോഡിൻ്റെ ആപ്പിൻ്റെ ഒരു പടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ മോഡിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പബ്ജി ഫ്രീ ഫയറിനൊക്കെ നമുക്ക് ഹാക്കും കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പം ചെറിയൊരു ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഇതുപോലെ വരത്തില്ലേ, അതുപോലത്തെ ഒരു സെയിം രീതിയാണ് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു ആപ്പും കാര്യങ്ങളും മോഡിഫിക്കേഷൻ്റെ ആപ്പും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം വേണം, ഈ സാധനം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ GTA 5 റോഡ് പ്ലേ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഫോൺ ഉള്ളവർക്ക് ആണെങ്കിൽ എങ്ങനെ കളിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഫോൺ ഉള്ളവർക്കും അതുപോലെ തന്നെ ലോ എൻഡ് PC ഉള്ളവർക്കും GTA റോഡ് പ്ലേ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ ഇതുവരെ അത് യൂസ് ചെയ്തിട്ട് ഇല്ലാത്തവരും അതുപോലെ ഇതുവരെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു 50ഓളം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വലിയതായിട്ട് എനിക്ക് റീച്ചും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കുറേ കമൻറ്റ് കാര്യങ്ങൾ 1-2 പേര് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറേ പേരൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കാണാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ കാര്യം ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് ഇടാതിരുന്നത്. ഞാൻ ഇന്ന് വീഡിയോ ഇടുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ആരും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലും കൂടെ ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും ഒന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് GTA റോഡ് പ്ലേ കാര്യങ്ങളൊക്കെ കളിക്കണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുവാണെങ്കിലും ലോ എൻഡ് PC-യിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ GTA 5 റോഡ് പ്ലേയുടെ രീതി എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മളത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മച്ചാന്മാരെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ RGS മെനു വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടറിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലത്തുള്ള ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏത് വേണമെന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതായിരിക്കും വരുന്നത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്ന് ഗെസ് ചെയ്യേണ്ടതാണ്. ഒന്ന് ഗെസ് ചെയ്തിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പുതിയ ഏത് ക്യാരക്ടറാണ് വരുന്നതെന്ന് ഗെസ് ചെയ്തിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ഇന്നൊന്ന് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ഗെസ് ചെയ്യുക ഏത് ക്യാരക്ടറും കാര്യങ്ങളായിരിക്കും നാളെ ഞാൻ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങളൊന്ന് ഗെസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് നോക്കാം ആരാണ് കൃത്യമായിട്ട് പറയുന്നതെന്ന്. അതുപോലെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നാളത്തെ വീഡിയോ ഞാൻ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരുന്നത്.